മറ്റൊരു വാർത്ത, കോയമ്പത്തൂർ കാർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിൽ NIA റെയ്ഡ്. കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ മുതൽ റെയ്ഡ് നടക്കുന്നത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ് മുബീന്റെ ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് NIA റെയ്ഡ്? കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ റെയ്ഡ് തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഫിജി തീർച്ചയായും 3 സംസ്ഥാനങ്ങളിലായി 60 ഇടങ്ങളിലാണ് NIA റെയ്ഡ് നടക്കുന്നത്. തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തി എന്ന് സൂചന കിട്ടിയവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നതെന്നാണ് വാർത്താ ഏജൻസികളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 23-ന് നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബിന്റെ ഭാര്യ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. കോയമ്പത്തൂർ ഉക്കടത്ത് കോട്ടൈ ഈശ്വരൻ ക്ഷേത്രത്തിന്റെ പുറത്തു വെച്ചാണ് ഈ കാർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. ഭീകര സംഘടനയ്ക്ക് വേണ്ടി ചാവേറായി ജമേഷ പ്രവർത്തിച്ചു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പദ്ധതി നടപ്പാക്കാനുള്ള ആസൂത്രണം നടന്നത്. പിന്നീട് ഒക്ടോബർ 23-ന് മാരുതി 800 കാർ ഉപയോഗിച്ച് സ്ഫോടനം നടത്തി. ഇതിനുശേഷമാണ് ഇത്രയധികം വിശദമായ റെയ്ഡുകളും മറ്റ് സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 3 സംസ്ഥാനങ്ങളിലായി 60 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. കേരളത്തിലും ഇത് സംബന്ധിച്ച റെയ്ഡ് നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തമിഴ്നാട്ടിൽ മാത്രം 40 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ആലുവ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡാണ് കൂടുതലായി നടക്കുന്നത്. ആലുവ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ആലുവയ്ക്ക് സമീപത്തുള്ള ചില ഭാഗങ്ങളിലും ഒക്കെ തന്നെ NIAയുടെ റെയ്ഡ് നടക്കുന്നുണ്ട്. പുലർച്ചെ തന്നെ നടന്ന റെയ്ഡാണ്. ഇപ്പോഴേക്കും ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് റെയ്ഡ് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 സംസ്ഥാനങ്ങളിൽ വിശദമായ റെയ്ഡ്, 60 ഇടങ്ങളിലായിട്ട് വിശദമായ റെയ്ഡാണ് നടക്കുന്നത്. ഫിജി. അശ്വതി, സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബീന്റെ ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി തുടരുന്നത്. എന്തൊക്കെയായിരുന്നു അവരുടെ മൊഴിയിൽ പ്രത്യേകമായി പറഞ്ഞിരുന്നത്? ഇവരുടെ മൊഴി അനുസരിച്ച് ചില ആളുകൾക്ക് ഇതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഇവർ പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഫിജി. ശരി അശ്വതി.